എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ വിക്ടറി IT പഠിക്കുന്നതാണ്. അപ്പോൾ രാത്രി കാലങ്ങളാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. തൃശ്ശൂർ മൈതാനം നമ്മുടെ തേക്കിങ്ങാട് ഭാഗം ആ ഭാഗത്തൊക്കെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളോട് ഞാൻ കുറച്ച് നാൾ മുന്നേ വൈറലായി. അപ്പോൾ ഈ വൈറൽ ഉണ്ടാകാനുള്ള സംഭവം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്നെ നമ്മുടെ ദിവാഞ്ചുമലയിലാണ് ഞാൻ നൈറ്റ് വണ്ടി ഓടിക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം തീരെ ഓട്ടമില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 250 രൂപയാണ്. അപ്പോൾ 10 മണിക്ക് ശേഷമായിട്ടും ഞാൻ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയുടെ ഡീസൽ അടിക്കാനുള്ള പൈസയും ഉണ്ടായിരുന്നില്ല. ആകെ 200 രൂപയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 200 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 10 മണിക്ക് ശേഷം നമുക്ക് മിനിമം ചാർജ് എടുത്ത് 50 രൂപയാണ്. അപ്പോൾ 10 മണിക്ക് ശേഷം നല്ല വാടക വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ സ്റ്റാൻഡിൽ കിടന്നത്. അപ്പോൾ സ്റ്റാൻഡ് കിടന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് വാടക കിട്ടിയത് അലങ്കാര ഹോട്ടലിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അലങ്കാര ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ തന്നെ നമ്മളോട് ഒരു ചേട്ടൻ ചോദിച്ചു, മോനെ വാടക പോകാൻ പറ്റും ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കായിരുന്നു ചോദിച്ചു. അപ്പോഴാണ് പറയണത് കാക്കനാട് വരെ പോകണമെന്ന്. ശരി, അപ്പോൾ അയാൾ മദ്യപിച്ചിട്ടായിരുന്നു നമ്മളോട് സംസാരിച്ചത്. പക്ഷെ എനിക്കത് ഒരു പന്തികേടായി തോന്നി, ഈ വാടക പോകണോ വേണ്ടയോ എന്ന്. പക്ഷേ ഞാൻ ആളോട് ചോദിച്ചു, അവിടേക്ക് എത്ര രൂപ വരുന്നതിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 74 കിലോമീറ്ററാണ്, ഒരു 2500 രൂപ വാടകയായിരുന്നു. പക്ഷേ ഇയാളോട് ഞാനൊരു 500 രൂപ ചോദിക്കാൻ തന്നു, ഇത് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ. ബാക്കി പൈസ അവിടെ പോയി നമ്മൾ മേടിക്കാൻ എന്നുള്ളൊരു മൈൻഡാണ് തന്നത്. പക്ഷേ ഇയാൾ മൊത്തം എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ പൈസയും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാക്കനാടിക്ക് വാടക പോയിരുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കായിരുന്നു അയാൾ വാടക വിളിച്ചത്. പക്ഷേ എനിക്ക് ഇയാളെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഒരു അപാകത ഫീൽ തുടങ്ങി. ഇയാൾ എന്തൊക്കെയോ പിച്ചും പോയി നമ്മുടെ വണ്ടിയിൽ കിടന്ന് പറയുന്നു. അപ്പം എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരു അപാകത തോന്നി. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വഴിയിൽ ഇറക്കിയിട്ട് പോലത്. അപ്പോഴാണ് ഞാൻ ഇയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാഗ് നോക്കി, ലഹരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. കാരണം നമ്മളെ വഴിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പോകും. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അയാളുടെ കയ്യിലില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഇയാൾ എന്തൊക്കെയോ നമ്മുടെ വണ്ടിയിൽ പറയണ്ടായിരുന്നു. അത് ലാസ്റ്റ് അവിടെ ഈ ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഞാൻ പാതയ്ക്ക് കൊണ്ട് ഇറക്കിയിട്ട് അമ്മയുടെ ചേച്ചിയുടെ വീട് എടപ്പള്ളിയിലുണ്ട്. അപ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ പോയി അവിടെയാണ് അന്നത്തെ ദിവസം നിന്നത്. പിറ്റത്തെ ദിവസം വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ വണ്ടിയിൽ കയറിയ ആളുടെ ലാപ്ടോപ്പ് ഇയാൾ മറന്ന ദിവസം കണ്ടത്. നേരെ ഞാനത് അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് കൊടുക്കണോ അതോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് സ്റ്റേഷനിൽ കൊടുക്കുന്നതിലുപരിയായി മാധ്യമങ്ങളോടെ ആകുമ്പോൾ ഈ വ്യക്തിക്ക് പെട്ടെന്ന് അത് കൈമാറാൻ പറ്റും. സ്റ്റേഷനിലാകുമ്പോൾ അതിനോടും എളുപ്പമാണ് ഈ മാധ്യമങ്ങളോട് പോകുന്നത്. അപ്പം അമ്മയുടെ വാക്കുകൾ ഞാൻ കേട്ട് അങ്ങനെയാണ് ഞാൻ നമ്മുടെ തൃശ്ശൂർ മാതൃഭൂമി ഓഫീസിൽ ഈ വാർത്ത കൊടുക്കുകയും അതേപോലെ തന്നെ ആ ലാപ്ടോപ്പ് ആ ഉടമസ്ഥനെ തിരികെ കിട്ടുകയും ചെയ്തു. പിന്നെ സത്യസന്ധത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സത്യസന്ധതയോടെ നടക്കുക. കാരണം ഒരാളെ പറ്റിച്ചിട്ടോ കളവ് ചെയ്തിട്ടോ നമുക്ക് നടക്കരുത്. കാരണം അതിന് നമുക്കൊരു ഫലം ഉണ്ടാവില്ല. കാരണം ഒരുപാട് ആളുകളുടെ സാധനം എടുക്കുകയോ അത് വിൽക്കുകയോ ചെയ്യരുത്. അവരെത്രയോ കഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മുടേതായ ഒരു സാധനം നമുക്ക് വലിയൊരു എടുക്കുമ്പോൾ നമുക്കത് വലിയ ഇതുണ്ടാവില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ പറയണത്. ഒരാളുടെ സാധനം നമ്മൾ എടുക്കരുത്. സത്യസന്ധത ചെയ്താൽ നമുക്ക് ഒരു വിജയം എന്തായാലും ദൈവം നമുക്ക് തരും. ആ ഒരു വിജയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഈ ഇവിടെ വരെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ എക്സാമാണ് ഈ മാസം ജൂലൈ 10th എക്സാം. അതോടുകൂടിയിട്ട് എൻ്റെ ഈ കോഴ്സ് ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മ വയ്യാതിരിക്കുകയാണ്. അമ്മയ്ക്ക് എറണിയുടെ ഓപ്പറേഷൻ വന്നേക്കാം. അപ്പോൾ അതിന് ഈ ഇവിടുന്ന് കിട്ടിയ ഫണ്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് കൊടുത്ത അമ്മയുടെ ആ ചികിത്സയ്ക്കുള്ള ഒരു സഹായമായിട്ട് അമ്മയ്ക്ക് മാറുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാ കുട്ടികളോട് ഞാൻ പറയുകയാണെങ്കിൽ പരമാവധി ജോലികളിലേക്ക് പോവുക. കാരണം വീട്ടുകാർക്കൊരു ഉപകാരമായിരിക്കും. കാരണം നമ്മുടെ പഠിക്കുന്ന ചിലവ്, അത് തന്നെ വീട്ടിലത്തെ സാഹചര്യം എല്ലാം അവർ നമ്മളോട് പറയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് കണ്ടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷം കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് അവർ നമ്മുടെ മുഖത്ത് കാണിക്കില്ല, അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.